ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഈ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞാണ്, മസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും കാണണം, ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്ത് മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൊടുക്കുക. കാരണം ഇത് നമ്മുടെ നാടിന് വേണ്ടിയും നാട്ടുകാർക്കും വേണ്ടിയാണ്. കാരണം നടക്കണ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കാൻഡിഡേറ്റ്സിന്, അതായത് ഞങ്ങളുടെ പഴയ വാർഡിൽ നിന്ന് മാറി ഞങ്ങൾ ഇപ്പോൾ പുതിയൊരു വാർഡിലേക്ക് മാറി. അപ്പം ഞാൻ ഓർത്ത് സമയമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ആ ചുറ്റുവട്ടത്തുള്ളൊരു 3-4 വാർഡ് എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തോ ആയിക്കോട്ടെ, ഞാനൊരു 10 ക്വസ്റ്റ്യൻസ് റെഡിയാക്കി ഈ കാൻഡിഡേറ്റ്സിനോട് ചോദിക്കാൻ വേണ്ടി. എല്ലാവരോടും സെയിം ചോദ്യം കേട്ടോ, ഒരാളോടും തരംതിരിച്ച് അങ്ങനെ ഒരു ഇതില്ല കേട്ടോ, എല്ലാവരോടും സെയിം ചോദ്യമാണ്. അപ്പം ഈ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 10 ചോദ്യങ്ങൾ റെഡിയാക്കി കഴിഞ്ഞിട്ട് പലരെയും വിളിച്ചെങ്കിലും പലരും മുന്നിലോട്ട് വരാൻ മടിയാണ്, അല്ലെങ്കിൽ അവർക്ക് തിരക്കാണ്. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. അപ്പം ഞാൻ ആ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കാണിക്കാൻ പോണേ. ഇപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ എഴുതി തീർത്ത ആ ക്വസ്റ്റ്യൻസ് 10 അതിലും ബെറ്റർ സാധനങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഈ വീഡിയോയിൽ. അത് കണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, അതും കൂടി ഞാനൊരു ടിപ്പ് തന്നെയാണ്. അതായത് ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ അവിടെ വാർഡുകളിൽ മറ്റേ ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ റെസിഡൻസ് അസോസിയേഷൻ്റെ ഗ്രൂപ്പ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ രാഷ്ട്രീയം മതജാതി ഭേദമന്യേ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭേദമന്യുള്ള ഗ്രൂപ്പുകൾ കേട്ടോ. കാരണം അവർക്കിത് ചിലപ്പോൾ ദഹിക്കില്ല ഈ ഒരു വീഡിയോ കാണുമ്പോൾ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തു വെച്ചേക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അതായത് ഇപ്പോൾ ഓരോ ക്ലബ്ബുകൾ, നാനാമതത്തിൽ ഉൾപ്പെട്ട ക്ലബ്ബുകൾ, അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ, അല്ലെങ്കിൽ വാർഡിൻ്റെ ഗ്രൂപ്പുകൾ, അതിലുള്ള ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത ആൾക്കാർ ഈ രംഗത്തേക്ക് ഇറങ്ങണം. ഈ ഒരു 10 ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പം ഇന്ന് കാണിക്കണേന്. ഇതാണ് ഞാൻ തീർത്ത് വെച്ച 10 ക്വസ്റ്റ്യൻസ്. അത് ഞാൻ ഓടിച്ചിട്ടൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഇലക്ഷൻ ഇനി അധികം ദിവസങ്ങളില്ല, എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ എന്നിട്ട് അതിന് വേണ്ടി എന്താണ്, അതായത് അവിടെയുള്ള ഈ കാൻഡിഡേറ്റ്സിനോട് എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇതിലും ബെറ്റർ ഒരു ചോദ്യം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ 10 കഴിഞ്ഞിട്ട് ഒരു 3 ചോദ്യം കൂടെ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്തിട്ട് അവരോട് എല്ലാവരോടും, എല്ലാ കാൻഡിഡേറ്റ്സിനോടും ഇങ്ങനൊരു വീഡിയോ വേണം എന്ന് പറയുക. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് അവർ തിരക്കിലായിരിക്കും. നമുക്കറിയാം, അവർ രാത്രിയൊന്നും പകലില്ലാന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ നമ്മൾ ശല്യം ചെയ്യേണ്ട, നേരെ മറിച്ച് ഈ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് അവിടുത്തെ അസോസിയേഷൻ ഗ്രൂപ്പ്, ഏറ്റവും ഞാനൊരു ഇതായിട്ട് കാണുന്ന റെസിഡൻസ് അസോസിയേഷനാണ്. മര്യാദക്ക് അല്ലെങ്കിൽ പോയി കേട്ടാ, അതിൻ്റെ മേൽത്തട്ടിലിരിക്കണവരൊക്കെ രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ അവരൊരു ഗ്രൂപ്പ് കളിച്ചൊക്കെയാണ് കൊണ്ടുപോകണമെങ്കിൽ ഒരു കാര്യം നടക്കില്ല. നേരെ മറിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പോകുന്ന ഒരു റെസിഡൻസ് അസോസിയേഷൻ ഗ്രൂപ്പാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ അതാണ്. ആ ഗ്രൂപ്പിൽ ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എല്ലാവരും നമ്പർ ഉണ്ടാകും, അവരതിൻ്റെ അകത്ത് ഉൾപ്പെട്ടായിരിക്കും. എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ രീതിക്ക് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അത് അയച്ചു കൊടുക്കുക. ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അവർക്കിപ്പോൾ സമയമില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും സമയം ഇലക്ഷന് മുന്നേ ആയിട്ട്, അത് തലേദിവസമല്ല, എത്രയും പെട്ടെന്ന് ഒരു സെൽഫ് വീഡിയോ ഇത് വായിച്ചു നോക്കിയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിൻ്റെ ആൻസർ ഇതാണ്, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇതാണെന്നും പറഞ്ഞ് ഒരു സെൽഫ് വീഡിയോ അയച്ച് ഈ ഗ്രൂപ്പിലേക്ക് ഇടാൻ പറയണം, ഈ അസോസിയേഷൻ്റെ ഗ്രൂപ്പിൽ. അത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. അവരിനി നോണോ പറഞ്ഞോട്ടെ, അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കൊടുത്തിട്ടാണല്ലോ ചോദിക്കണം. ഞാൻ എൻ്റെ വാർഡിലെടുക്കാൻ നിന്നത് പറയാണ്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞ് നിങ്ങളെ വേറെ രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നുമില്ല. നിങ്ങളിപ്പോൾ ഇലക്ഷൻ നിൽക്കുമ്പോൾ നിങ്ങളോട് സ്വാഭാവികമായിട്ട് എന്തൊക്കെ ചോദിക്കുക, അങ്ങനെയുള്ളവർക്ക് സൂചനയും കൊടുത്തിട്ട് ഇന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, അല്ലാണ്ട് മറിച്ച് വെച്ചില്ല. എന്നാലും അവർക്ക് വരാൻ മടിയായിരിക്കാം, ഇല്ലെങ്കിൽ തിരക്കായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, അതൊന്നും വിഷയമുള്ള കേസല്ല. അപ്പം ഞാൻ പറയുന്നത്, ഇവർ ഈ സെൽഫ് വീഡിയോ ഇടിയിക്കണം ഇവരെ കൊണ്ട്. അത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ നാട്ടിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ക്വസ്റ്റ്യൻ ഞാനിവിടെ ഈ വീഡിയോയുടെ ഇടയിൽ കാണിച്ചത്. അപ്പോൾ അതിലും ബെറ്റർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും കണ്ടെത്താം കേട്ടോ, അത് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ചെയ്യണം. ഇലക്ഷന് മുന്നേ ആയിട്ട് അസോസിയേഷൻ്റെ ഗ്രൂപ്പുകൾ, നിങ്ങളുടെ അവിടുത്തെ അസോസിയേഷൻ്റെ ഗ്രൂപ്പുകൾ പക്കയാണെങ്കിൽ അതുവഴി ചെയ്യണമാണ് ഏറ്റവും ബെറ്റർ. കാരണം ആ ഏരിയയിലുള്ള എല്ലാവരും, അല്ലെങ്കിൽ വാർഡിൻ്റെ ഗ്രൂപ്പുകൾ, ഇത് രണ്ടുമാണ് അവിടെ ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുള്ള ഗ്രൂപ്പ് എന്ന് എനിക്ക് വിശ്വസിക്കുന്നത്. കാരണം അപ്പോൾ എല്ലാവരും ഉണ്ടാവും അതിൽ. അപ്പോൾ എല്ലാവരും അവരിനി നുണ പറഞ്ഞോട്ടെ, ഇല്ലേ, ആ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടാണല്ലോ നമ്മൾ ചോദിക്കണം. അപ്പോൾ നുണ പറഞ്ഞോട്ടെ, എന്നാലും കുഴപ്പമില്ല, നാളെ നമുക്ക് ചോദിക്കാമല്ലോ, നിങ്ങളപ്പോൾ അന്ന് നുണ പറഞ്ഞതാണോ, അല്ലെങ്കിൽ അന്ന് ഇത് പറഞ്ഞ ഇതാണല്ലോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ ഏരിയയിലും ഇതുപോലുള്ള മാറ്റങ്ങൾ, ഞാൻ ഇപ്പോൾ ഒരു യൂട്യൂബറാണ്, ഞാൻ എൻ്റെ വഴിക്ക് ഞാൻ ഇതിങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അവരുടെ തിരക്കും കാര്യങ്ങളായിട്ട് അത് കുഴപ്പമില്ല. ഇപ്പോൾ നാളെയായിട്ട് ഈ വീഡിയോ തന്നെ ഞാൻ എൻ്റെ അസോസിയേഷൻ്റെയും റെസിഡൻസ് അസോസിയേഷൻ്റെയും വാർഡിൻ്റെയും അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റ് ഗ്രൂപ്പിലേക്ക് ഞാൻ ഇടും. അതിൻ്റെ ആൻസർ ഇപ്പോൾ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ, എല്ലാവരും പങ്കെടുക്കണമെന്നില്ല, അപ്പോൾ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ ഒരു സെൽഫ് വീഡിയോ എപ്പോഴെങ്കിലും അവർ വീട്ടിലിരിക്കുമ്പോൾ ഇത് വായിച്ചു നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ പറയുക, എന്തോ ആയിക്കോട്ടെ, അവർ പറയട്ടെ അവരുടെ വഴിക്ക്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വാർഡിലും മത്സരിക്കുന്നവരാ, അവർക്കിത് അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് ഒരു വീഡിയോ, സെൽഫ് വീഡിയോ ചെയ്യിച്ചിരിക്കണം എന്നാണ് ഞാൻ പറയണത്. എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ നല്ലതായിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ വീട്ടിൽ കളയാം. ഓക്കെ. ഇതിൻ്റെ ഇടയിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ കാര്യം പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ ഇപ്പോൾ പുറത്ത് പലരുമായിട്ട്, നിങ്ങളുടെ അവിടെ അപ്പോൾ അസോസിയേഷൻ ഒന്നും
ഒന്നുമില്ല. അയ്യേ എന്ത് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് കൂടുതൽ കേട്ടേക്കണം. എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷെ കൂടുതൽ അത് തന്നെ ആയിരിക്കണം. എൻ്റെ കണ്ടറിവും കേട്ടറിവും അതൊക്കെ തന്നെയാണ് പലയിടത്തും നടക്കുന്നത്. അതിൻ്റെ മേൽത്തട്ടിലിരിക്കണവർക്കൊക്കെ എല്ലാവർക്കും ഒന്നില്ലെങ്കിൽ എല്ലാവരും ഒരു പാർട്ടിക്കാരായിരിക്കും, ഇല്ലെങ്കിൽ ഇവർക്കൊരു ഗ്രൂപ്പിസം ഉണ്ടാവും. അവർ ആ ഗ്രൂപ്പിലുള്ളവരുടെ കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞങ്ങളുടെ തൃക്കാക്കര പഞ്ചായത്തിൽ ട്രാക്ക് എന്ന് പറഞ്ഞൊരു സംഘടനയാണ് ഈ അസോസിയേഷൻ്റെ മെയിൻ എന്തോ. അപ്പോൾ അവർ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ വിളിച്ചോ, തീർച്ചയായിട്ടും ഞാൻ വരും അവിടെ. എനിക്ക് പറയാനുള്ള ഒരു ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അവിടെ വരും. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരണം. കാരണം മെയിൻ ഒരു ഏരിയയിലെ മെയിൻ സംഘടനയായിട്ടാണ് ഞാൻ കാണുന്നത് റെസിഡൻസ് അസോസിയേഷൻ. അതിൻ്റെ അകത്ത് വേർതിരിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകണം? അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വേണം. ഇത് നിങ്ങളുടെ ഈ ഒരു വീഡിയോയിൽ ഇത് പറയാൻ കാരണം അതും കൂടി ഉൾപ്പെടുത്തിയാണ് നിങ്ങളുടെ മുന്നിലോട്ട് വരണമെങ്കിൽ വരട്ടെ, അതിനൊരു മാറ്റം വരണമെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കുക. ഇതുപോലെ നിങ്ങൾ അറിയേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ട കാഴ്ചകളുമായിട്ട് നമ്മൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, താങ്ക് യു.